ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വേദയുടെയും വിക്രമിൻ്റെയും കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദയുടെ ആങ്ങളെ വന്നിട്ട് ഭയങ്കരമായിട്ടും ഭീഷണിപ്പെടുത്തുകയാണ്. ശരി, ആയിക്കോട്ടെ, നിനക്ക് വിക്രത്തിനെ രക്ഷപ്പെടുത്തണം അല്ലേ? അല്ലെങ്കിൽ നിനക്ക് സങ്കടമാവുമെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ നീ പറഞ്ഞതുപോലെ തന്നെ വിക്രത്തെ വെറുതെ വിടാനായിട്ട് ഞങ്ങൾ തയ്യാറാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വേദയ്ക്ക് വളരെയേറെ സന്തോഷം തോന്നുകയാണ്. പക്ഷേ ഒരു കണ്ടീഷൻ, ഒറ്റൊരു കണ്ടീഷൻ, നീ ഈ നിമിഷം ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വരണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കുമാണ് നമ്മുടെ വേദയ്ക്ക് സംഗതികളെല്ലാം മനസ്സിലായത്. ഞാൻ പറഞ്ഞല്ലോ, നീ വിക്രത്തെ വിട്ടഴക്കാനായിട്ട് ഞങ്ങൾ തയ്യാറാ, പക്ഷേ ഞങ്ങളുടെ ഈ കണ്ടീഷൻ നീ അംഗീകരിച്ചേ മതിയാവുള്ളൂ. അങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വേദയും പറയാണ്, ഇപ്പം എൻ്റെ ഏട്ടൻ്റെ തനി സ്വഭാവം എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ എല്ലാവരുടെയും തനി സ്വഭാവം ഇപ്പോഴാണല്ലോ പുറത്തു വരുന്നത്. ശരി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രത്തിൻ്റെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ആലോചിക്കുകയാണ്. മോളെ, നീ പറഞ്ഞത് സത്യമാണെങ്കിൽ എൻ്റെ വിക്രത്തെ നീ കൊണ്ടുവരണം, തിരിച്ചു കൊണ്ടുവരണം, അത് ഏത് മുഖേനയാണെങ്കിലും കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ആ കാര്യങ്ങൾ മുഴുവൻ വേദ ആലോചിച്ചതിന് ശേഷം നേരെ ആ കാറിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. അപ്പോൾ കാറിൻ്റെ അടുത്തേക്ക് നടന്ന് ആ കാറിൻ്റെ ഡോറ് തുറന്നു കഴിഞ്ഞപ്പോഴേക്കും വേദയുടെ ആങ്ങളയ്ക്കും അതേപോലെ തന്നെ അച്ഛന് വളരെയേറെ സന്തോഷം തോന്നി. കാരണം വേദ ആ കാറിലേക്ക് കയറാൻ പോവുകയാണ്. താൻ പറഞ്ഞ ആ കണ്ടീഷനെല്ലാം സ്വീകരിച്ചു എന്നാണ് ഇവരുടെ വിശ്വാസം. പക്ഷേ വേദയുടെ ആ ഒരു കിടിലൻ മറുപടി കേട്ട് ഇവർ രണ്ടുപേരും തകർന്നു പോവുകയാണ്. അച്ഛൻ എന്നെ പഠിപ്പിച്ചത് നമ്മുടെ മനസ്സിൽ എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് ചെയ്യണമെന്ന്. അങ്ങനെയാണ് അച്ഛൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പം ഞാനത് ധിക്കരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനെ ധിക്കരിച്ചു എന്ന മകൾ എന്നുള്ളൊരു പേരെനിക്ക് വരില്ലേ? ആ പേര് എനിക്ക് ഏതായാലും ഞാൻ ആഗ്രഹിക്കുന്നില്ല അച്ഛാ. അതുകൊണ്ട് ഞാൻ ഏതായാലും നിങ്ങളോടൊപ്പം വരാനായിട്ട് തയ്യാറല്ല. നിങ്ങളുടെ കണ്ടീഷൻ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറല്ല എന്നും പറഞ്ഞുകൊണ്ട് ആ ഡോർ അങ്ങോട്ട് അടയ്ക്കുകയാണ്. എന്നിട്ട് വിക്രത്തെ എങ്ങനെ പുറത്തിറക്കണമെന്ന് എനിക്കറിയാം, അത് എനിക്ക് വിട്ടേര്. ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾ എൻ്റെ മുന്നിലേക്ക് വരാനേ നിൽക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അച്ഛനും അതേപോലെ തന്നെ ഏട്ടനും വളരെയേറെ അരിശം തോന്നുകയാണ്. ഇവർ രണ്ടുപേരും കൂടി കാറി കയറി പോവുകയും ചെയ്യാണ്. അപ്പോൾ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് നമ്മുടെ വേദ നിൽക്കുന്നത്. എങ്ങനെയെങ്കിലും വിക്രത്തെ പുറത്തിറക്കണം, എന്നിട്ട് അമ്മയുടെ മുന്നിൽ കൊണ്ട് നിർത്തണം. ഇത് തന്നെയാണ് നമ്മുടെ വേദയുടെ ഒറ്റ ഉദ്ദേശം. പിന്നീട് കാണിക്കുന്നത് വിക്രത്തിൻ്റെ അമ്മയും അതേപോലെ തന്നെ ഏട്ടത്തെയും കൂടി അമ്പലത്തിൽ വന്നിരിക്കുകയാണ്. അമ്പലത്തിൽ വന്ന് മനസ്സുരുക്കി പ്രാർത്ഥിക്കുകയാണ്. വിക്രത്തെ എങ്ങനെയെങ്കിലും പോലീസുകാർ വിട്ടയക്കണമെന്നാണ് ഇവരുടെയൊക്കെ പ്രാർത്ഥന. അങ്ങനെ ആ പൂജാരി വന്നിട്ട് പറയുകയാണ്, സാരമില്ല, സങ്കടപ്പെടേണ്ട, എല്ലാം ശരിയാവും. പിന്നെ വിക്രത്തിനെ ഇപ്പോൾ ചെറിയൊരു ദോഷസമയം തന്നെയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കാനുള്ള കാരണം. പക്ഷേ കൂടെ ചേർന്നിരിക്കുന്ന ആളില്ലേ, അയാളുടെ സമയം ശുക്രനാ, അടിപൊളിയായിരിക്കും. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് അധികം ആയില്ലല്ലേ എൻ്റെ തിരുമേനി, കല്യാണം എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല, അങ്ങനെയൊക്കെ അങ്ങോട്ട് സംഭവിച്ചു പോയി എന്നിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും താലി കെട്ടില്ലേ, അപ്പോൾ പിന്നെ ഭാര്യ തന്നെയാണല്ലോ ആ പെൺകുട്ടി വിക്രത്തിൻ്റെ. അതുകൊണ്ട് ഇനി യാതൊരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ കുട്ടിയെ നല്ല ഇതും കൊണ്ടാണ് കയറി വന്നിരിക്കുന്നത്. ഇനി വിക്രത്തിൻ്റെ ജീവിതത്തിൽ നല്ലത് മാത്രമേ സംഭവിക്കുള്ളൂ, കണ്ടോളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്കും അതേപോലെ തന്നെ ഏട്ടത്തിക്കും വളരെയേറെ സന്തോഷം തോന്നുകയാണ്. പിന്നീട് കാണിക്കുന്നത് കോടതിയാണ്. അപ്പോൾ കോടതിയിൽ ജഡ്ജിയും വന്നു കഴിഞ്ഞു, അതേപോലെ തന്നെ ജഡ്ജിയുടെ മകനും വന്നു കഴിഞ്ഞു. അപ്പോൾ വിക്രത്തെ പോലീസ് പിടിച്ചുകൊണ്ട് വരിക. അപ്പോൾ അങ്ങനെ വേദയുടെ ആങ്ങളെ വന്നിട്ട്, എടാ, നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്ന് പിന്മാറിക്കോളാനായിട്ട്, പക്ഷേ അതൊന്നും കേൾക്കാനായിട്ട് നീ തയ്യാറായില്ല. ഇനിയെങ്കിലും നീ നല്ലതുപോലെ ചിന്തിക്ക്. എത്രയും പെട്ടെന്ന് ഞങ്ങൾ പറഞ്ഞതുപോലെ നീ കേട്ടോ, അല്ലെങ്കിൽ നിന്റെ ശരീരം കൂടെ കേടാവും. എൻ്റെ പൊന്നളിയ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആരാടാ നിന്റെ അളിയൻ? അല്ല, നിങ്ങളുടെ പെങ്ങള് എന്നെ ഭർത്താവായിട്ട് അംഗീകരിച്ചിരിക്കുകയല്ലേ. അവൾ പറയുന്നത് ഞാൻ അവളുടെ ഭർത്താവെന്നാണ്. അപ്പോൾ പിന്നെ നിങ്ങളെൻ്റെ അളിയനല്ലേ, അളിയാന്നല്ലാതെ പിന്നെ എന്താ വിളിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ്. പിന്നെ ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം, നിങ്ങൾക്കല്ല ആർക്കും എന്നെ കുരുക്കാനായിട്ട് കഴിയില്ല. സത്യം എന്താണ് അത് ബോധ്യപ്പെടുക തന്നെ ചെയ്യും. പിന്നെ കോടതിയിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരുമകനോ അച്ഛനോ എന്നൊന്നുമില്ലല്ലോ, ജഡ്ജിയും പ്രതിയും, അത്രയും മാത്രമേ ഉള്ളൂ. അതിൽ എവിടെയാണോ ന്യായം അവിടെ തന്നെ വിജയിക്കുകയും ചെയ്യും. എനിക്കത്രേ പറയാനുള്ളൂ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇയാൾക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് അരിശം വരികയാണ്. ഇനിയും കൂടുതൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട സാറേ, അല്ലെങ്കിൽ പിന്നെ
നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ പോലീസുകാർ കുറേ കാര്യങ്ങളെല്ലാം ഇയാൾക്ക് ഓതി കൊടുക്കുകയും ചെയ്യാണ്. അങ്ങനെ വിക്രത്തെ കൊണ്ട് നേരെ കോടതി വരാന്തയിലെ കൂടി പോകുമ്പോൾ ദേ വരുന്ന ഓട്ടോറിക്ഷക്കാരിയും വിക്രത്തിൻ്റെ കൂട്ടുകാരും കൂടി ഓടിപ്പാഞ്ഞു വരികയാണ്. വിക്രം എന്നും പറഞ്ഞുകൊണ്ട് ഈ ഓട്ടോറിക്ഷക്കാരി ഓടിയെടുത്ത് കൂടിയാണ്. നിങ്ങളെന്താ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ്. വിക്രം, എനിക്കൊരു സമാധാനമില്ല. എന്താ വിക്രം ഇവിടെ നടക്കുന്നത്? നിനക്ക് എന്താ പറ്റിയത്? നിന്നെ എന്തിനാ പോലീസ് അറസ്റ്റ് ചെയ്തത്? എല്ലാ പെണ്ണുകാരനോട് എന്തിനാ വിക്രം എന്നൊക്കെ ചോദിക്കുകയാണ്. നീ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നത്? അതിൻ്റെ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിട്. ആ പെണ്ണുകാരനല്ല ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. വിക്രം, നമ്മളിടയിലേക്ക് അവളെ എന്തിനാ? അവളെ അങ്ങോട്ട് വിട്ടേര്. ഇപ്പം വേറൊരു പോലീസുകാരനാണല്ലോ, ആഹാ വിക്രം, നീ ആൾ കൊള്ളാലോ, നിന്റെ സെറ്റപ്പാണല്ലേ. എൻ്റെ ദൈവമേ, രണ്ടെണ്ണത്തിനെയും കൂടി ആളെ വെച്ചിരിക്കുന്നത്. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എന്ന് വിക്രം ചോദിക്കുകയാണ്. ആഹാ, ഇപ്പം ഞാൻ പറഞ്ഞതായോ അനാവശ്യം? അപ്പോൾ നമ്മുടെ ഈ വിക്രത്തിൻ്റെ കേസ് വാദിക്കാനുള്ള ആ ഒരു വക്കീൽ വരികയാണ്. അപ്പോൾ വക്കീൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും വക്കീൽ പറയണം, വിക്രം, നിങ്ങളുടെ കാര്യത്തിലെല്ലാം ഇതായിട്ടാണ് തന്നെ നടക്കുന്നത്. ഈ കേസിൽ നിന്ന് എങ്ങനെയും ഊരിപ്പോകാനുള്ള ഇത് ഒപ്പിച്ചെടുക്കാൻ ഞാൻ, പക്ഷേ എല്ലാം നല്ല രീതിയിൽ തന്നെ വേണം നടക്കാനായിട്ട്. അപ്പോഴേക്കും ഈ ഓട്ടോറിക്ഷക്കാരിയാണെങ്കിൽ, എൻ്റെ പൊന്നു വക്കീലെ, എങ്ങനെയെങ്കിലും ജാമ്യം കിട്ടിയേ മതിയാവുള്ളൂ വിക്രത്തിന് ഇന്ന് തന്നെ പുറത്തേക്ക് ഇറക്കണം. അതിന് പൈസയൊന്നും യാതൊരു പ്രശ്നമല്ല വക്കീലെ എന്ന് ഈ ഓട്ടോറിക്ഷക്കാരി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വിക്രം, ഇവരെ പോലുള്ളവരെ ഇങ്ങോട്ട് വരുത്താതിരിക്കാവോ? ഇവരോട് പെട്ടെന്ന് പോകാനായിട്ട് പറ, അല്ലെങ്കിൽ താനേ അകത്ത് കിടക്കേണ്ടി വരും. ഇവരുടെ ഈ സംസാരമൊക്കെ കേട്ട് കഴിയുമ്പോഴേക്കും എത്രയും പെട്ടെന്ന് പോകാനായിട്ട് പറയണം. അങ്ങനെ വക്കീൽ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും വിക്രം ഈ ഓട്ടോറിക്ഷക്കാരോടും മറ്റു കൂട്ടുകാരോടും പറഞ്ഞു, നിങ്ങളൊന്നും പോകാവോ? ഇവൾക്ക് സമാധാനമായില്ലേ? കണ്ടില്ലേ, വക്കീല് പറഞ്ഞത് കേട്ടില്ലേ? പിന്നെ നീ എന്തിനാണ് ഇങ്ങോട്ട് തൂങ്ങി പിടിച്ച് കിടക്കുന്നത്? ഒന്ന് പോയി തരാവോ? അല്ലെങ്കിൽ നിങ്ങൾ കാരണം വീണ്ടും ഞാൻ അകത്താകേണ്ടി വരും. അതുകൊണ്ട് പെട്ടെന്ന് പോ എന്നും പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് പറഞ്ഞയക്കാനുള്ള തിടുക്കത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാരിയെ സമാധാനപ്പെടുത്തുകയാണ് വിക്രത്തിൻ്റെ കൂട്ടുകാർ. അങ്ങനെ വിക്രത്തിന് വേണ്ടി വാദിക്കാമെന്ന ആ വക്കീലിനെ ഒരു പോലീസുകാരൻ കാണുകയാണ്. കണ്ടിട്ട് അതിനുശേഷം കാര്യങ്ങളെല്ലാം പറയണം. വിക്രത്തിനെ ഒരിക്കലും ജാമ്യം കിട്ടാനായിട്ട് പാടില്ല, അങ്ങനെ നടക്കാനായിട്ട് പാടില്ല. അയ്യോ എൻ്റെ പൊന്ന് സാർ എന്തൊക്കെയാണ് പറയുന്നത്? അയാളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലല്ലോ, പിന്നെ എന്തിനാ അയാൾക്ക് ജാമ്യം കിട്ടാതിരിക്കുന്നത്? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, എടാ വക്കീലേ, ഞാൻ പറയുന്നത് പോലെ താൻ കേട്ടോ, ഈ ജഡ്ജിയുടെ മകളെയാണ് വിക്രം എന്ന് പറഞ്ഞ ആള് കല്യാണം കഴിച്ചത്. അപ്പോൾ ജഡ്ജി തന്നെയാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അതുകൊണ്ട് താൻ ഞങ്ങളുടെ കൂടെ നിന്നാൽ നല്ല മെച്ചം തന്നെ ഉണ്ടാകും. ജഡ്ജിയുടെ മകൻ വന്നിട്ടുണ്ട്, താനൊന്ന് പോയി സംസാരിച്ച് നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇയാളെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ജഡ്ജിയുടെ മകനും ഈ വക്കീലും കൂടി ഇരുന്ന് ഭയങ്കര ഗൂഢാലോചന. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കുറേ പൈസയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ വക്കീല് അതിന് സമ്മതം മുളുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി കൈ കൊടുക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ വക്കീൽ നേരെ വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. വക്കീലെ, എന്തായി കാര്യങ്ങളെന്നെല്ലാം വിക്രം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അതെ വിക്രം, എടോ ഈ കേസ് ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ ഏതായാലും പോവാണ്. പോകാനോ? എങ്ങോട്ട്? വക്കീൽ എന്ത് വർത്താനോ വക്കീൽ ഈ പറയുന്നത്? ഇതൊക്കെ അടുപ്പിച്ചിട്ട് പോവുകയാണെന്നോ? എടോ, തനിക്കിതിൽ ജാമ്യം കിട്ടാനൊന്നും പോകുന്നില്ല. പിന്നെ ഞാനിവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ, ഞാൻ ഈ കേസ് ഒഴിഞ്ഞു. അപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാരിക്കും കലി വരികയാണ്. വക്കീൽ അനാവശ്യം പറയാൻ നിൽക്കരുത്, ഇത്ര നേരം ഞങ്ങളുടെ കൂടെ തന്നെ നിന്നിട്ട് ഇപ്പോൾ പോവുകയാണെന്നൊക്കെ പറയുന്നതോ? അതിൻ്റെ സാഹചര്യം, എനിക്കിവിടെ നിന്ന് പോയേ മതിയാവുള്ളൂ. ശരി, ഇനി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്നും പറഞ്ഞുകൊണ്ട് ഈ വക്കീൽ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും വിക്രമിന് ചില കാര്യങ്ങളെല്ലാം മനസ്സിലായി. അങ്ങനെ വിക്രമിനെയും കൊണ്ട് പോലീസുകാർ അവിടെ നിന്ന് പോവുകയും ചെയ്യാണ്. അങ്ങനെ പോവുകയും ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഈ വക്കീലിനെ കാണിക്കണം. വിക്രമിനെ വാദിക്കാൻ വേണ്ടി വന്ന വക്കീലിൻ്റെ കോൾ വരികയാണ്. അപ്പോൾ ആ കോൾ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും വിക്രമിൻ്റെ ആ മുതലാളിയായിരുന്നു. എടോ, താനെന്താടെ കൈ ഒഴിഞ്ഞോടോ? എടോ, തന്നെയൊക്കെ ഞാൻ ശരിയാക്കലുണ്ടല്ലോ എൻ്റെ പൊന്നു സാറേ. ഇതിൽ കോൾ റെക്കോർഡുണ്ട്. പിന്നെ ഇലക്ഷനൊക്കെ വരികയല്ലേ സാറേ, അതുകൊണ്ട് കൂടുതൽ ഭീഷണിപ്പെടുത്താതിരിക്കുന്നതായിരിക്കും നല്ലത്. സാറിന് ജയിക്കണ്ടേ? പിന്നെ വിക്രമത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഇടപെട്ടാൽ ശരിയാവില്ല സാറേ. അവൻ കുരുങ്ങിയത് തന്നെയാണ്. കാരണം ജഡ്ജിയുടെ മകളെയാണ് അവൻ ഈ ഒരു ഊരാക്കുരുക്കിൽ പിടിച്ചു കെട്ടിയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ കൂടുതലൊന്നും പറയാനായിട്ട് പറ്റില്ല സാറേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വയ്ക്കുകയാണ്. ഇയാൾക്കാണെങ്കിലും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ കോടതി കാണിക്കുകയാണ്. കോടതിയിൽ ജഡ്ജി വാദിക്കാനായിട്ടിരിക്കുകയാണ്. വക്കീലും വരികയാണ്. അപ്പോൾ നമ്മുടെ വിക്രത്തെ ആ ഒരു കോടതി കൂട്ടിലേക്ക് കയറ്റിയിരിക്കുകയാണ്. അപ്പോൾ എന്തായി ഇയാളുടെ കാര്യങ്ങൾ? പക്ഷേ ഇയാളുടെ പേരിൽ ചുമത്തിരിക്കുന്ന കേസ് വേറെ ആണല്ലോടോ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഓട്ടോറിക്ഷക്കാരിക്ക് കാലി വന്നിട്ട് ഓട്ടോറിക്ഷക്കാരോട് ചാടി എണീക്കുകയാണ്. മോളെ, നീ അവിടെ ഇരിക്കുക, നീ എന്ത് ഭാവിച്ചാ? ഇത് കണ്ടില്ലേ, അവർ പറയുന്നത് മുഴുവനും കള്ളത്തരമല്ലേ?
വിക്രത്തിൻ്റെ പേരിൽ അങ്ങനെ ഒരു കേസില്ലല്ലോ. ഇവർ വെറുതെ ഊരക്കുടുക്ക് ഉണ്ടാക്കുകയല്ലേ. മോളെ, നമുക്ക് എന്താ നടക്കാൻ പോകുന്നതെന്ന് അറിയാം. നീ കൂടുതൽ സമാധാനമായിട്ടിരിക്കുക. അപ്പം ഏതായാലും ഇയാൾക്കൊരു 6 മാസത്തേക്ക് ഇയാളെ റിമാൻഡ് ചെയ്യണമെന്ന് തന്നെയാണ്. അങ്ങനൊരു കേസാണ് ഇയാളുടെ പേരിൽ പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇയാൾ അങ്ങോട്ട് കുടിക്കായിരുന്നേ. പിന്നെ വാദിക്കാനായിട്ട് വക്കീലൊന്നും ഇല്ലല്ലേ, കാശില്ലായിരിക്കും, കുഴപ്പമില്ല, കോടതി വകയായിട്ട് ഇയാൾക്കൊരു വക്കീലിനെ അയക്കാം എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ തീരേണ്ട സമയം തന്നെ ദേ വേറൊരു വക്കീലിനൊരു മെസ്സേജ് വരികയാണ്. അങ്ങനെ മെസ്സേജ് വന്നതിന് ശേഷം വിക്രമിന് വേണ്ടി വാദിക്കാനായിട്ടേ ഒരു വക്കീലുണ്ട്. ആരത്? താനാണോടോ? ഏയ്, ഞാനല്ല, എൻ്റെ സീനിയറാണ് എന്ന് പറഞ്ഞ് തീരേണ്ട താമസം ദേ വരുന്നു ദർശൻ. ദർശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേദയെ ആദ്യം കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചിരുന്ന ഒരു ചെറുക്കനായിരുന്നു. അപ്പോഴാണല്ലോ ഇങ്ങനത്തെ ഒരു ട്രാജഡി നടന്നത്. അങ്ങനെ ഇയാൾ വന്നു കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ ജഡ്ജിയും ആകെ വല്ലാത്തൊരവസ്ഥയിൽ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ദൈവമേ, ഇയാൾ തന്നെയാണ് വാദിക്കാനായിട്ട് പോകുന്നതെന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ ജഡ്ജി ഒരു കാര്യം ആലോചിക്കുകയാണ്. കാരണം വേദ പറഞ്ഞ ആ കാര്യത്തെക്കുറിച്ച്. അച്ഛാ, ദേ അച്ഛൻ ഓരോരോ ഊരക്കുടുക്കുകൾ ഉണ്ടാക്കിയാണ്, പക്ഷേ എങ്ങനെയെങ്കിലും ഞാൻ വിക്രത്തെ പുറത്തിറക്കും എന്ന് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും അവിടെ ജഡ്ജി ആലോചിക്കുകയാണ്. നല്ല ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ ദർശനാണെങ്കിൽ നല്ല വാദം തുടങ്ങി. ഈ വിക്രത്തിൻ്റെ പേരിൽ താങ്കൾ പറയുന്നത് പോലെ ഒരു ആരോപണങ്ങളും ഇല്ല. പിന്നെ ചില സാഹചര്യത്തിൽ അവൻ കേസിൽ പെട്ടുപോയി എന്നുള്ളൊരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ദേ വരുന്നു നമ്മുടെ വേദയും. വേദയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വിക്രത്തിന് വളരെയേറെ സന്തോഷം തോന്നി, ഭയങ്കര സ്നേഹം തോന്നി. അങ്ങനെ അവിടെ ഒരു നല്ലൊരു വാദം തുടങ്ങിയാണ്. നമ്മുടെ വിക്രത്തിന് ഇനി ജാമ്യം കിട്ടുമോ ഇല്ലേ എന്ന് ഇനി അടുത്ത എപ്പിസോഡുകളിലൂടെ അറിയാവുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കാണണമെന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ ബൈ.